നമസ്കാരം. ആസ്ട്രോമീഡിയയുടെ എല്ലാ മാന്യപ്രേക്ഷകർക്കും പുതിയൊരധ്യായത്തിലേക്ക് ഒരിക്കൽ കൂടി ഹാർദമായ സ്വാഗതം. ഞാൻ ജ്യോത്സ്യൻ പ്രമോദ് പണിക്കർ പെരിങ്ങോട്. ഇന്നത്തെ അധ്യായത്തിൽ ചർച്ച ചെയ്യുന്ന വിഷയം ലഗ്നത്തിൽ ശുഭഗ്രഹമോ പാപഗ്രഹമോ ഉദിച്ചാലത്തെ ഫലമാണ്. അപ്പോൾ നമ്മൾ ഒരു പ്രത്യേക വിശേഷവുമായിട്ടൊരു വിഷയമായിട്ടൊരു പ്രശ്നം വയ്ക്കുകയാണ്. അതിൽ പാപഗ്രഹം ഉദിച്ചാൽ എന്താണ് ഫലം? പാപഗ്രഹം എന്ന് പറയുമ്പോൾ സൂര്യൻ, ചൊവ്വ, ശനി, രാഹു, കേതുക്കളൊക്കെ പാപഗ്രഹങ്ങളാണ്. പാപനോട് ചേർന്ന ബുധൻ പാപനാണ്. പക്ഷഫലമില്ലാതെയുള്ള ചന്ദ്രനെയും പാപനായിട്ട് നമുക്ക് സ്വീകരിക്കാം. അപ്പോൾ അങ്ങനെ ഇരിക്കെ ശുഭഗ്രഹത്തിൻ്റെ ഫലവും പാപഗ്രഹത്തിൻ്റെ ഫലവും നമ്മൾ വേറെ തന്നെ അറിയേണ്ടതാണ്. രണ്ട് ഗ്രഹങ്ങളുണ്ട് വെച്ചാൽ അതിൽ ഏതിനാണോ ബലം കൂടുതൽ ആ ഫലത്തെ പറഞ്ഞോളണം. ഭാവസ്ഥിതിയൊക്കെ മനസ്സിലാക്കിയിട്ട് ഇതൊക്കെ പറയാവൂ, അല്ലെങ്കിൽ ഫലങ്ങൾ തെറ്റിപ്പോകാൻ സാധ്യതയുണ്ട്. പാപേ ലഗ്നഗതേ പരാജയ ശിരോരുദുഃഖദുഷ്കീർത്തയ സ്ഥാനഭ്രംശതനക്ഷയ അഖില ശരീര അസ്വസ്ഥ്യ ദുഃഖാന്വിതാഹ എന്ന പാപഗ്രഹം ഉദിച്ചാലത്തെ ഫലമായിട്ടും സൗമ്യേ ലഗ്നഗതേ സുഖസ്ഥിതിജയ ആരോഗ്യസമ്പത്തയ കീർത്തിസ്ഥാന വിശേഷലബ്ധിരിതിച്ച ജ്ഞേയം ഫലം പൃച്ഛതാം എന്ന ശുഭഗ്രഹങ്ങൾ ഉദിച്ചാലത്തെ ഫലത്തെ സംബന്ധിച്ചിട്ടും ആചാര്യൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ സാരം നമ്മൾ മനസ്സിലാക്കണം. പാവേ ലഗ്നഗതേ പരാജയ ശിരോരുഗ്ദുഃഖ ദുഷ്കീർത്തയ സ്ഥാനഭ്രംശതനക്ഷയ അഖില ശരീര അസ്വസ്ഥ്യ ദുഃഖാന്വിത. ഇത് പാപഗ്രഹം ലഗ്നത്തിൽ നിൽക്കുമ്പോൾ തോൽവി മുതലായിട്ടുള്ള കാര്യങ്ങളുണ്ടാവണം. തോൽവി, ഇവിടുത്തെ പരാജയം വ്യവഹാരാദിഷു എന്ന് പറയുന്ന അവസ്ഥയാണ്. വ്യവഹാരം മുതലായതിനെ സംബന്ധിച്ച്, വ്യവഹാരം എന്ന് പറയുമ്പോൾ കോടതി കേസ്, ഇപ്പോൾ ഒരാളൊരു കേസിന് പോവുകയാണ്. ഇതിൽ ജയമോ പരാജയമോ എന്ന് ചോദിച്ചാൽ ലഗ്നത്തിൽ പാപഗ്രഹം വന്നാൽ പരാജയം തന്നെ എന്ന് പറയണം. രോഗാദി വിഷയത്തിലേക്ക് വന്നാൽ അത് ശിരോരോഗമാണ് നിങ്ങൾക്കുള്ളത് എന്ന് പറയേണ്ടതാണ്. പ്രേക്ഷകൻ്റെ അവസ്ഥ നോക്കിക്കഴിഞ്ഞാൽ ദുഃഖം, അപകീർത്തിപ്പെടുക മുതലായതിനുള്ള സാധ്യതകളും, സ്ഥാനഭ്രംശം, സ്ഥാനോത്സവസ്ഥയ ഭ്രംശം അധപ്പതനം, നിലവിലുള്ളതായ സ്ഥിതിവിശേഷം. ഒരു ഉദ്യോഗസ്ഥനാണ്, പ്രശ്നം വയ്ക്കാനായിട്ടുള്ള ജോലിയെ സംബന്ധിച്ച് അറിയാമെന്നെങ്കിൽ നിങ്ങൾക്ക് സ്ഥാനമാറ്റം ഉണ്ടാവും, അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്ഥാനഭ്രംശം ഉണ്ടാവും. ഈ സ്ഥാനഭ്രംശം എടുത്ത ഉദ്യോഗത്തിൻ്റെ പദവിയിൽ നിന്ന് താഴത്തേക്ക് വരലാണ്. മേലേക്കും താഴത്തേക്കും സ്ഥാനമാറ്റങ്ങൾ ഉണ്ടാവാം. അപ്പോൾ ഇവിടെ സ്ഥാനഭ്രംശം, സ്ഥാനോത്സവസ്ഥയ ഭ്രംശം അധപ്പതനം എന്നുള്ളത് മനസ്സിലാക്കണം. ധനനാശം, ധനക്ഷയം, ധനനാശം, അകാരണമായിട്ട് അപ്രതീക്ഷിതമായിട്ടുള്ള ധനനഷ്ടങ്ങൾ വന്ന് ഭവിക്കുക. സർവാംഗങ്ങൾക്കും അസ്വാസ്ഥ്യങ്ങളും ദുഃഖവും അനുഭവിക്കുക. സർവാംഗം അതായത് പെരുവിരൽ മുതൽ ശിരസ് വരയ്ക്കുള്ള എല്ലാ അംഗങ്ങൾക്കും രോഗത്തെയും അസ്വസ്ഥതകളെയും അവിടെ പറയണം എന്ന് സാരം. ഇനി സൗമ്യേ ലഗ്നഗതയെ സുഖസ്ഥിതിജയ ആരോഗ്യസമ്പത്തയ. സൗമ്യനായിരിക്കുന്ന ഗ്രഹം വ്യാഴം, പാപനോട് കൂടാത്ത ബുധൻ, പക്ഷബലമുള്ള ചന്ദ്രൻ, ശുക്രൻ, ഇതൊക്കെ ശുഭഗ്രഹങ്ങളാണ്. അപ്പോൾ ശുഭൻ ലഗ്നത്തിൽ നിന്ന് കഴിഞ്ഞാൽ സുഖാവസ്ഥ. രോഗിയുടെ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട രോഗപ്രശ്നമാണെങ്കിൽ ഇയാൾ പെട്ടെന്ന് തന്നെ സുഖപ്പെടും എന്ന് ഗ്രഹത്തിൻ്റെ ബലാബലം നിശ്ചയിച്ച് പറയണം. പാപഗ്രഹമാണ്, നീചത്തിലാണ് നിൽക്കുന്നത്, മൗഢ്യമാണെങ്കിൽ വേറെ ഫലങ്ങളുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ നോക്കണം, സ്ഥിതിവിശേഷം നോക്കണം. അതേപോലെ തന്നെ വിജയം, സർവ്വകാര്യങ്ങളിൽ വിജയം, നേരത്തെ പറഞ്ഞ പോലെ തന്നെ കോടതി കേസ്, വ്യവഹാരം മുതലായിട്ടുള്ളതിലും എല്ലാറ്റിലും ഉള്ള വിജയത്തെയും ആരോഗ്യപുഷ്ടിയെയും സമ്പത്തയ ധനസമൃദ്ധിയെയും കീർത്തിസ്ഥാന വിശേഷലബ്ധി, കീർത്തിസ്ഥാനം അതായത് കീർത്തി ഉണ്ടാവുക, സൽകീർത്തി ഉണ്ടാവുക, വിശേഷ സ്ഥാനമാന ലബ്ധി ഉണ്ടാവുക, ഇതൊക്കെയും ഇത് പൃച്ഛതാം ഫലം വിജ്ഞേയം. ഇങ്ങനെ പൃച്ഛകന്മാരുടെ ഫലം വിജ്ഞേയമാക്കണം എന്ന് പറഞ്ഞാൽ പൃച്ഛകന്മാരുടെ ഫലം പറഞ്ഞോളണം എന്നാണ് ആചാര്യൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇതിലെ ഗ്രഹങ്ങളുടെ ഭാവം കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. ഗ്രഹങ്ങളുടെ സ്വക്ഷേത്രം, ഉച്ചം, നീചം, മൗഢ്യം ഇത്യാദി കാര്യങ്ങൾ വിലയിരുത്തി മാത്രമാണ് അത്തരം ഫലങ്ങളൊക്കെ പറയുക. ഇപ്പോൾ പാവഗ്രഹമാണ് ലഗ്നത്തിൽ നിൽക്കുന്നത്, ഉച്ചസ്ഥിതി ഉണ്ട് വെച്ചാൽ അത് ശുഭഗ്രഹത്തിൻ്റെ ഫലം ചിലപ്പോൾ ചെയ്തു എന്ന് വരാം. അപ്പോൾ അത്തരം കാര്യങ്ങൾ ദൈവജ്ഞൻ മനസ്സിലാക്കേണ്ട. ദൈവജ്ഞനാണ് അത് അധികം പ്രയോജനം. എങ്കിലും നിങ്ങളോട് ഒരാൾ ലഗ്നത്തിൽ പാപോദയം വന്നു, അല്ലെങ്കിൽ ഗുളികോദയം വന്നു, രാഹു ഉദിച്ചു, കേതു ഉദിച്ചു എന്നൊക്കെ പറയുന്ന സമയത്ത് ഇങ്ങനെയായിരിക്കും ഇതിൻ്റെ ഫലം എന്നുള്ളൊരു അറിവിലേക്ക് വേണ്ടിയിട്ടാണ് ഇത് പറഞ്ഞത്. പ്രമാണം പറഞ്ഞിട്ടുള്ള ജ്യോതിഷ വിദ്യാർത്ഥികൾക്കും അത് കേൾക്കാൻ താല്പര്യമുള്ള ആൾക്കാർക്കൊക്കെയാണ്. അപ്പോൾ ഇനി നമുക്ക് അടുത്ത എപ്പിസോഡിൽ പാപഗ്രഹം അല്ലെങ്കിൽ ശുഭഗ്രഹം രണ്ടാം ഭാവത്തിൽ നിന്നാലത്തെ ഫലത്തെ പറ്റിയിട്ട് നമുക്ക് പറയാം.
നിങ്ങൾ അഭിപ്രായങ്ങളൊക്കെ എഴുതി അറിയിക്കുക. 360 ചില്ലാനം വീഡിയോകൾ ശാസ്ത്രീയമായിട്ട് നമ്മുടെ ചാനലിൽ നമ്മൾ ഇതുവരേക്ക് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതെല്ലാവരും കാണുക. അത് ഏത് കാലത്തും പ്രയോജനമുള്ള സംഗതികളാണ്. മുഴുവൻ പ്രമാണ പുരസ്സരം ജ്യോതിഷ വിദ്യാർത്ഥികൾക്കും ജ്യോതിഷ പ്രേമികൾക്കും അറിയാൻ ആഗ്രഹമുള്ളവർക്കൊക്കെ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തിട്ടുള്ളത്. കുറച്ച് കാലം കൂടി കഴിയുമ്പോൾ നമുക്ക് നല്ലൊരു വീഡിയോ ലൈബ്രറി നമുക്ക് സ്വന്തമായിട്ടുണ്ട്. ഇപ്പം തന്നെ ഉണ്ട്. പെട്ടെന്ന് കാര്യങ്ങൾ മനസ്സിലാക്കാൻ ഒരു വീഡിയോ കണ്ടാൽ മതിയാവും. അപ്പോൾ അത് ആവശ്യമുള്ളവരിലേക്ക് എത്തിക്കുക. നിങ്ങൾ അഭിപ്രായങ്ങളൊക്കെ പങ്കുവയ്ക്കുക. ഇതൊക്കെ പഠിച്ചാൽ മാത്രം പോരാ, കേട്ടാൽ മാത്രം പോരാ, അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. ചാനലിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണമെങ്കിൽ അതൊക്കെ നിങ്ങൾ അറിയിക്കുക. ആസ്ട്രോമീഡിയ എന്ന് പറയുമ്പോൾ ശാസ്ത്രപക്ഷത്ത് പ്രവർത്തിക്കുന്നൊരു ചാനലാണ്. അതായത് ഇതിൽ നമ്മൾ പരസ്യ ചാനലല്ലാതെ ഇത് നമ്മുടെ ജ്യോതിഷ വിദ്യാർത്ഥികൾക്ക് ഒക്കെ പ്രയോജനപ്പെടുന്ന രീതിയിൽ ഇതിൻ്റെ പ്രമാണ പുരസ്സരം ഇതിൻ്റെ കാര്യങ്ങൾ പറയുക എന്നുള്ളതാണ് നമ്മുടെ സമ്പ്രദായം. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് എന്നും ഉണ്ടാവണം. തുടർന്ന് നമുക്ക് നല്ല കാര്യങ്ങളായിട്ട് നമുക്ക് മുന്നോട്ട് പോകാം. അതുവരേക്കും എല്ലാവർക്കും ഒരു ശുഭദിനം ആശംസിച്ചുകൊണ്ട് തൽക്കാലത്തേക്ക് നിർത്തുന്നു. നന്ദി, നമസ്കാരം.